ഹലോ, ഞാനിന്നൊരു ഓൺ വോയിസ് വീഡിയോ വരാമെന്ന് വിചാരിച്ചു. സാധാരണ എപ്പോഴും റീലും വീഡിയോ ഒക്കെ മിക്സ് ചെയ്തൊക്കെയല്ലേ വരുന്നത്. ഇന്ന് വെറുതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചതും അതെന്ന് വെച്ചാൽ ഇന്ന് മാർച്ച് 25. നിങ്ങൾക്ക് മാർച്ച് 25, 2020 ഓർമ്മയുണ്ടോ? അന്നായിരുന്നു ഓൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. നമ്മളെല്ലാവരും അതുവരെ കടന്നു പോകാത്തൊരു ഫേസിൽ കൂടെ കടന്നുപോയി. എൻ്റെ അമ്മ എന്തോയിരുന്നു അത്. അപ്പം അങ്ങനെ ഒരു ഫേസിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ട് ഇന്ന് 5 വർഷം തികയുക. നിങ്ങൾക്ക് ആക്ച്വലി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ 5 വർഷമായെന്ന്? എനിക്കറിയത്തില്ല, ചിലർ കൊണ്ടായിരിക്കട്ടെ, എനിക്ക് പറ്റിയില്ല. ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു, അവർക്ക് ആർക്കും 5 വർഷം എന്ന് പറഞ്ഞായിട്ട് ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ 5 വർഷമെന്ന് ഒരു 2 years വരെ ആലോചിക്കാൻ പറ്റുന്നത് ഇന്നാൾ നടന്ന പോലെ, അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേ നടന്ന പോലെ, അങ്ങനെയൊക്കെ മനസ്സ് മാപ്പ് ചെയ്യുന്നുള്ളതിന്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലേക്ക് കാണുമല്ലോ. അതായത് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷങ്ങൾ 5 വർഷം ഷടയിന്ന് പോയി, അതുപോലെ ആയിരിക്കും ഇനിയുള്ള വർഷങ്ങളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പം നമുക്കിപ്പോൾ ലീവ് ദ മൊമെന്റ്, എൻജോയ് എവറി മൊമെന്റ്, അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല അല്ലേ? എല്ലാവർക്കും അറിയാം, ഓരോ മൊമെന്റ് എൻജോയ് ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്തായാലും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓരോ ദിവസങ്ങൾ ജീവിച്ചു പോകുമ്പം, ഓരോ വർഷങ്ങൾ ജീവിച്ചു പോകുമ്പം നമ്മൾ ജീവിച്ചു എന്നുള്ളൊരു ഫീല് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? എനിക്കറിയാം കുറേ പേര്, ഞാൻ കാണുന്ന ലോകവും ചുറ്റും കാണുന്ന എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, ഇവരെല്ലാം വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നത്. എല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ പിടിക്കാൻ, എന്തൊക്കെയോ നേടാൻ, എന്തൊക്കെയോ ചേർത്ത് വെക്കാൻ, എല്ലാത്തിനും ഇങ്ങനെ നടക്കുവാണ്. നമുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അതല്ലാതെ ശരിക്കും നമ്മൾ ഓരോ ദിവസം ജീവിച്ചു പോകുമ്പോൾ ആ ദിവസം നമുക്ക് എന്തോരം നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു, ഹൗ മച്ച് വി കൗണ്ടഡ് അവർ ബ്ലെസ്സിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ശരിയാണ്, ആർക്കും എല്ലാ ദിവസവും ഒന്നും ഹാപ്പി ആയിട്ടൊന്നും അല്ല പോകുന്നത്, ഇൻക്ലൂഡിങ് എവ്രി വൺ. ഇത് ഫ്രസ്ട്രേഷൻ, വിഷമം, ദേഷ്യം, ഇറിറ്റേഷൻ എല്ലാത്തിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാൽ പോലും ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ആ സന്തോഷം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കണം കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ ആ സന്തോഷം കിട്ടുന്നുണ്ടോ? ചുറ്റുമുള്ള ആൾക്കാരുടെ കൂടെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇല്ലെങ്കിൽ വർഷങ്ങളുടെ ഇങ്ങനെ അങ്ങ് പോകും. ജസ്റ്റ് ഇത്ര സിമ്പിൾ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.